നമസ്കാരം. യൂറോപ്പ് മലയാളി ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച ലോക കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയ പ്രവാസി മലയാളികളുടെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അത് ഇവിടെ തുടരുകയാണ്. നാലാം ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ UK നിന്ന് എത്തിയ മറ്റൊരു മെമ്പറാണ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ. അദ്ദേഹം യുഗ്മ എന്ന് പറയുന്ന UK ഏറ്റവും വലിയ അസോസിയേഷനുകളുടെ അസോസിയേഷൻ ആയ യുഗ്മയുടെ പ്രസിഡന്റ് കൂടിയാണ്. നമസ്കാരം. നമസ്കാരം ശ്രീമാൻ. ഇത്തവണ ഈ ലോക കേരള സഭയിൽ ആദ്യമായിട്ടാണല്ലോ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത്. പലരും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്, അത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ കുറെ ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഇൻഷുറൻസുകാർ മാത്രം വരുന്നതാണെന്ന്. എങ്ങനെയാണ് ഡോക്ടർ ഇതിൽ വന്ന് പെട്ടത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യമേ തന്നെ ഇതിനു വേണ്ടി എന്നെ വിളിച്ചതിന് വളരെ സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് LKS മീറ്റിങ്ങിന് വരുന്നത്. ഞാൻ ആദ്യമായി ലോക കേരള സഭയുമായി ബന്ധപ്പെടുന്നത് 2 വർഷം മുമ്പ് 2022 യൂറോപ്യൻ മേഖലാ സമ്മേളനം ലണ്ടനിൽ വെച്ച് നടത്താൻ LKS തീരുമാനിച്ചു. അന്ന് യുഗ്മ, യൂണിയൻ ഓഫ് UK മലയാളി അസോസിയേഷൻ, ഞങ്ങളെ ബന്ധപ്പെട്ട് ആ ഒരു ഓർഗനൈസേഷൻ വേണം, ഇതിൻ്റെ ഓർഗനൈസിംഗ് ചെയർമാൻ എന്നൊരു പോസ്റ്റ് നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് നടത്തിയത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് LKSുമായി ബന്ധപ്പെടുന്നത്. അതൊരു ഗംഭീര വിജയമായി 2022 ഒക്ടോബർ മാസത്തിൽ നമ്മളെല്ലാവരും കൂടി അത് നടത്തി. കാര്യമായ ഒരു പ്രതികരണം അതിനുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനുശേഷം ഇപ്രാവശ്യം നമുക്കതിനുള്ളൊരു ആപ്ലിക്കേഷൻ വന്നു. നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു. നമ്മളതിന് ആപ്ലിക്കേഷൻ കൊടുത്തു. അതിൽ വളരെ വളരെ സന്തോഷം. യുഗ്മ എന്ന് പറയുന്നത് 100-ലധികം അസോസിയേഷൻസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതിനെയാണ് താങ്കൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഏതായിരുന്നാലും ലോക കേരള സഭയിൽ പോകുമ്പോൾ കുറെ അധികം ആൾക്കാർ കുറെ സജഷൻസ് തന്നു കാണും. അത് പോകുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വരണം. അത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് അംഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമായിട്ടും ഞാൻ ഇപ്രാവശ്യം ചർച്ചയിൽ പങ്കെടുത്തത് സ്കിൽ ഡെവലപ്മെന്റ് എങ്ങനെ നമുക്ക് 2 രാജ്യങ്ങൾക്ക്, അതായത് കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ എങ്ങനെ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാം, അതുമാതിരി മറ്റ് പ്രവാസികൾക്കുള്ള സ്കിൽ ഡെവലപ്മെന്റ് എവിടെയാണ് ഡെഫിസിറ്റ്, അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ ചർച്ച. ആ ഒരു മീറ്റിങ്ങിലാണ് ഞാൻ പങ്കെടുത്തത്. അതുപോലെ തന്നെ യൂറോപ്യൻ റീജിയനിലും ഞാനത് പങ്കെടുത്തു. അപ്പൊ ഈ 2 കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ ഭംഗിയായി അത് മോഡറേറ്റ് ചെയ്തു. അതിന് സീനിയർ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഓരോ അംഗങ്ങളും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അത് നോട്ട് ചെയ്യുകയും എന്താണ് നമ്മളുടെ ഈ ഒരു എക്സ്പീരിയൻസ്, ഞാൻ 20 വർഷമായി UK എത്തിയിട്ട്, അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അത്രയും എക്സ്പീരിയൻസ്, അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എന്താണ് അവിടെ കണ്ടത്, നമ്മൾക്ക് ഏത് ഏരിയയിലാണ് നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് വേണ്ടത്, അത് നമുക്കത് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ച നടത്തി. അതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നതെല്ലാം സ്വരൂപിച്ചിട്ടാണ് ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അല്ല, അതിൽ വന്ന മറ്റൊരു കാര്യമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റുന്നതിനെ കുറിച്ചിട്ട്. അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞപ്പോൾ നമ്മളുടെ ഡിഗ്രി കോഴ്സുകൾ 3 വർഷം എന്നുള്ള 4 വർഷം ആക്കാൻ ഉള്ള കാര്യങ്ങളെ കുറിച്ചും സംസാരിച്ചിരുന്നു. അതെ, അത് വലിയൊരു പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം പല യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ അമേരിക്കയിലും ഉള്ള ഡെവലപ്ഡ് കൺട്രീസിൽ 3 വർഷം എന്നുള്ളൊരു ഡിഗ്രി പ്രോഗ്രാമിനെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മളുടെ ഗവൺമെന്റ് തയ്യാറാകുന്നു. അതിനുള്ള സിലബസ് ചേഞ്ച് ചെയ്യാൻ തയ്യാറാകുന്നു. അതുപോലെ തന്നെ വേറൊരു എനിക്ക് വളരെ പുതുമയായിട്ടും അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മെന്റർഷിപ്പ്. അതായത് വളരെ സീനിയർ ആയിട്ടുള്ള പല ലെവലിലുള്ള ആളുകൾ നമ്മൾ ടീച്ചിങ്ങിലായാലും മറ്റുള്ള പ്രൊഫഷനിലും നമ്മൾ പല പ്രവാസികൾ ഏരിയകളിലായിട്ടുണ്ട്. അത്തരം ആളുകളെ ഫ്രീ ആയിട്ട് മെന്റർഷിപ്പ് എന്നുള്ളൊരു പ്രോഗ്രാമിലൂടെ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടത്തുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ ഓൺലൈനുള്ള കാലമാണ്, എല്ലാ ആളുകളും വിരൽത്തുമ്പിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അത്തരം കാര്യങ്ങളിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനും UK ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. അത്തരം കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ്
നോർക്ക അതിന് വലിയൊരു സ്റ്റെപ്പ് മുന്നോട്ടെടുക്കുന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും പറയുകയും ചെയ്തത്. എന്തായാലും അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സീനിയർ ആയിട്ടുള്ള ലെവലിലുള്ള വർക്ക് ചെയ്യുന്നതും പ്രൊഫഷണൽസിനും ഇത്തരം ആളുകളെ സഹായിക്കാൻ പറ്റും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഉള്ള സംവാദങ്ങൾ നടക്കുന്നതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ് ഒരു ടേബിളും ഒരു ചെയറും ഉണ്ടെങ്കിൽ അതൊരു യൂണിവേഴ്സിറ്റി ആണെന്ന് പ്രൊജക്ട് ചെയ്യുന്ന കാലമാണിതെന്ന് പറഞ്ഞു. കറക്റ്റാണ് ഇല്ലേ? വിദേശ രാജ്യങ്ങളിലെ കാര്യമാണ്. അതെ, നമ്മൾ പലപ്പോഴും കുട്ടികൾ ബ്രോഷേഴ്സും അതുപോലെ ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞിട്ട് പല തരത്തിലുള്ള ചതിക്കുഴികളിൽ പോയി വീഴും. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ പല ആളുകളും പ്രൈവറ്റ് ഏജൻസികൾ സമീപിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അഡ്വൈസ് കറക്റ്റ് ആവണമെന്നില്ല. അത് വീടോ പുരയിടോ വിറ്റ് 10-20 ലക്ഷം കൊടുത്തിട്ട് അവിടെ വന്ന് ചാടിയതിന് ശേഷമായിരിക്കും നമ്മളെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതൊരു വലിയൊരു കാര്യമായിരുന്നു. ഒരുപാട് ആളുകൾ അതെ ഓരോ പ്രശ്നത്തിൽ ചെന്ന് പെട്ടിട്ട് 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എനിക്ക് ഈ ഒരു ചർച്ചകളിൽ കൂടെ കാണാൻ പറ്റിയത്. ഒന്ന്, ഏതൊരു വിദ്യാർത്ഥിയും കേരളത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നോർക്കയിൽ നിന്നും രജിസ്റ്റർ ചെയ്യുകയും ID കാർഡ് എടുക്കുകയും അതിനുള്ള ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ തുച്ഛമായ 400 രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ആള് പോകുന്ന സ്ഥലം അത് റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോർക്കയ്ക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഈ നമ്മൾ പല ഏജൻസികളും ഇവിടെ കൂണ് പോലെ ഏജൻസികൾ ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്തരം ആളുകളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാവുകയും അത് മാത്രമല്ല ഈ നോർക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളുടെ ആളുകൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ നോർക്കയിലുള്ളതാണോ റെക്കഗ്നൈസ്ഡ് ആയിട്ടാണോ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണോ എന്നറിഞ്ഞ് അവരായിട്ട് അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇത്തരം ചതിക്കുഴിയിൽ പോയി പെടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അത്തരത്തിലുള്ള അവയർനെസ് കൊടുക്കാൻ ഇത്തരം സംരംഭങ്ങൾ ഉള്ളപ്പോ അതുപോലും ഉപയോഗിക്കാതെയാണ് പലപ്പോഴും ഈ കുട്ടികൾ ചതിയിൽ ചെന്നപ്പെടുന്നത്. പക്ഷെ ഒരുപക്ഷെ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ പ്രവാസത്തിന്റെ വ്യാപ്തി വളരെ വലുതായില്ലേ? ഈ മുമ്പ് മിഡിൽ ഈസ്റ്റ് മാത്രം ഉണ്ടായിരുന്നതിൽ നിന്നും ഇപ്പൊ UK മാത്രമല്ലല്ലോ, അല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അവസരങ്ങൾ. ഇപ്പൊ തന്നെ നമ്മളിപ്പോ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ 103 രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് പ്രതിനിധികളുള്ളത്. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, മുമ്പെല്ലാം വളരെ കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രമാണ് ആളുകൾ പോകുന്നത്. പക്ഷെ ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവർ പറയുന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. ബിസിനസ് പരമായിട്ടും അതുപോലെ എക്സ്ചേഞ്ച് പ്രോഗ്രാമായിട്ട് അവിടുത്തെ സ്റ്റുഡൻസിന് ഇവിടെ വരുന്നതിനും നമുക്ക് അവിടെ പോയിട്ട് പഠിക്കുന്നതിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു രാജ്യമാണ്. ഇപ്പോൾ ഗൾഫിന്റെയും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെയും ഒരു കാലം കഴിഞ്ഞു. ഇനിയിപ്പോ യൂറോപ്പ്, അമേരിക്ക, അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ആഫ്രിക്ക, അതുപോലെ ഏഷ്യ പസഫിക്, അതൊരു വേറൊരു ബിസിനസ് ഒരു ഏരിയയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോ എന്നെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ UK-യിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 20 വർഷമായി UK-യിലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം. അവിടെയാണ് നമ്മളുടെ ജീവിതം. പക്ഷെ ഇത്തരം മീറ്റിങ്ങുകൾ വരുമ്പോഴാണ് നമ്മളുടെ ആ ഒരു തുറന്ന ഒരു ലോകത്തിന്റെ ഒരുപാട് വാതായനങ്ങൾ നമുക്ക് തുറന്നു വരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നു. എന്തൊക്കെയാണ് യുക്മയുടെ പ്രവർത്തനങ്ങൾ? യൂണിയൻ ഓഫ് UK മലയാളി അസോസിയേഷൻ ആരംഭിച്ചത് 2009 ആരംഭിച്ചത്. ഈ ഒരു 2024 15 വർഷം തികയാണ്. ക്രിസ്റ്റൽ ഇയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വർഷം ആഘോഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് ഞാൻ ചുരുക്കി പറയാം, 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ആർട്സ് ഫെസ്റ്റിവൽ, കേരളത്തനിമയുള്ള കേരളത്തിന്റെ തനതായിട്ടുള്ള കലകൾ, സ്കൂൾ കേരള സ്കൂൾ യുവജനോത്സവം നടത്തുന്ന അതേ രീതിയിൽ കേരളത്തിന് പുറത്ത് നടത്തുന്ന ഏറ്റവും വലിയൊരു സംഘടനയാണ് നമ്മളുടെ യൂണിയൻ ഓഫ് UK മലയാളി അസോസിയേഷൻ. അതിൽ 44 ഐറ്റം നമുക്ക് കേരള യുവജനോത്സവത്തിന്റെ രീതിയിൽ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ ഏജ് കാറ്റഗറി ആയിട്ട് തിരിച്ച് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, വള്ളംകളി. ആലപ്പുഴയിൽ നടക്കുന്ന വള്ളംകളിയുടെ രൂപത്തിൽ നമ്മൾ ഇപ്പോൾ 5ാമത്തെ വർഷം ഈ ഒരു ഓഗസ്റ്റ് 31 നമ്മൾ നടത്തുന്നത്. ആ ഒരു കാര്യവും നമ്മൾ വള്ളംകളി, നമ്മളുടെ കുട്ടനാടൻ രീതിയിലുള്ള വള്ളംകളി UK-യിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് കഴിഞ്ഞ വർഷം നമുക്ക് 27 മെൻസ് ടീമും അതുപോലെ 4 ഫീമെയിൽ ടീമും നമുക്ക് ഉണ്ടായിരുന്നു, വിമൻ ടീംസ് ഉണ്ടായിരുന്നു. അതും ഈ 5ാമത്തെ വർഷമാണ് നമ്മൾ നടത്തുന്നത്. മൂന്നാമത്തത് സ്പോർട്സ്. ഇപ്പോൾ ആർട്സ് ഫെസ്റ്റിവലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പോർട്സ് ലെവലിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കാണുന്ന 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് മരണപ്പെടുന്നതോ അല്ലെങ്കിൽ
യാദൃശ്ചികമായിട്ടുണ്ടാവുന്ന സഹായ സഹകരണങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഞാൻ എടുത്ത ടേമിന് ശേഷം കഴിഞ്ഞ 2 വർഷം ഏകദേശം 2 കോടിയിലധികം രൂപ, അതായത് 200,000 പൗണ്ട്സിന് മേലെ ഉള്ള ഒരു സംഖ്യ ഇത്തരം ആളുകൾക്ക് കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒന്നുകിൽ ബോഡി നാട്ടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ക്രിമേഷന് വേണ്ടിയിട്ടോ സഹായിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഞാനൊരു വലിയൊരു സഹായമായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു ക്രൗഡ് ഫണ്ടിങ്ങിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേറൊരു മെമ്പർഷിപ്പ് ഇല്ല. നമുക്ക് ഇയർലി നമുക്ക് ഈ സംഘടനകളിൽ നിന്ന് മെമ്പർഷിപ്പ് വരുന്നില്ല. അപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ക്രൗഡ് ഫണ്ടിങ് നടത്തി നമ്മൾ അതിന്റെ മുന്നിൽ നിന്ന് നയിച്ച് ഈ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഈ ഒരു പൈസ സുതാര്യമായി അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ പ്രവാസികളുടെ ഇടയിൽ വരുന്നപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ജനറേഷൻ മലയാളം ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോ മലയാളം മിഷൻ എന്നുള്ളൊരു പദ്ധതി കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അത് യുക്മയുമായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മൾ അത് ലോഞ്ച് ചെയ്യുന്ന സമയം തൊട്ട് അതിന് ഉടനെ തന്നെ നമ്മൾ യുക്മയുമായി കൈകോർത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ടേമിൽ നമ്മൾ 2 പ്രതിനിധികളെ, CA ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനിയർ മെമ്പറും അതുപോലെ തന്നെ സുജു ജോസഫ് എന്ന് പറഞ്ഞ 2 മെമ്പേഴ്സിനെ നമ്മൾ മലയാളം മിഷന് വേണ്ടിയിട്ട് യുക്മയുടെ പ്രതിനിധികളായിട്ട് പോയിരുന്നു. അതിൽ മിസ്റ്റർ CA ജോസഫ് അദ്ദേഹമായിരുന്നു അതിന്റെ പ്രസിഡന്റ്. അദ്ദേഹം വളരെ സുസ്ഥിരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണിക്കുന്ന പുരസ്കാരം 2022 കിട്ടി. അത് മാത്രമല്ല, അദ്ദേഹം വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എടുത്ത് ഒരുപാട് ഏരിയകളിലും അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും അതിനൊരു അവബോധം കൊടുക്കുകയും ആളുകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് പേഴ്സണലായിട്ട് എനിക്കറിയാം. ഏതായാലും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും കൂടാതെ ഡോക്ടർ ജോലിയും ഇത്രയും വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള യുഗ്മയുടെ പ്രസിഡന്റും ഇപ്പൊ ലോക കേരള സഭ മെമ്പറായി പ്രവർത്തിക്കാൻ കാണിക്കുന്ന സന്മനസിനെയും അഭിനന്ദിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം താങ്കളുടെ എക്സ്പീരിയൻസ് പങ്കുവെച്ചതിന് എല്ലാ പ്രവാസി മലയാളികളുടെ പേരിലും നന്ദി പറഞ്ഞോളൂ. താങ്ക് യു. 4ാം ലോക കേരള സഭയിൽ പ്രവാസികൾ മാത്രമല്ല പങ്കെടുത്തിരുന്നത്, പ്രവാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള ശ്രീ S. പ്രദീപ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം സാർ. ഈ 4ാമത് ലോക കേരള സഭയിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രവാസികൾ മാത്രമല്ലായിരുന്നല്ലോ, പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും ഉള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ 4ാം ലോക കേരള സഭയുടെ ഒരു അനുഭവം? പ്രവാസികളുടേതായ വിഷയങ്ങൾ നേരിട്ട് നമുക്ക് ഒരു ഗവൺമെന്റിന് മുന്നിൽ അവതരിപ്പിക്കാനും അതിനൊരു പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇതൊരു വൻ വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ പ്രവാസം കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവിടെ സംസാരിക്കുന്നതിനൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ കേൾക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരെ റെപ്രസെന്റ് ചെയ്താണ് മിസ്റ്റർ പ്രദീപ് കുമാർ അതിൽ പങ്കെടുത്തിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞോ? എന്താണ് ഒരു റെസ്പോൺസ്, ഗവൺമെന്റ് റെസ്പോൺസ് എന്താണ്? തീർച്ചയായിട്ടും ഈ പ്രവാസികളുടെ പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അർത്ഥത്തിൽ ഈ സംഘടനാ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് എന്നെ പോലെയുള്ളവർക്ക് ഈ പ്രവാസി സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു ഭൂരിപക്ഷം വിഭാഗങ്ങൾക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല. എന്തൊക്കെയാണ് സർക്കാർ ചെയ്യുന്ന പദ്ധതികൾ എന്നതിനെ കുറിച്ച് ഒരു അറിവില്ല. അതിൻ്റെതായ ഒരു ചർച്ചയാണ് അവിടെ നടന്നത്. പക്ഷെ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പല കാര്യങ്ങളും, ഞാൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തി പ്രവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പല കാര്യങ്ങളും ഈ പ്രവാസി സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഗവൺമെന്റ് പ്രവാസികളുടെ കാര്യത്തിൽ ഒരു വൻ വിജയമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഏത് രാജ്യത്തായിരുന്നു ജോലി ചെയ്തത്? ഞാൻ ഖത്തറിലായിരുന്നു. ഖത്തറിൽ എത്ര വർഷം ജോലി ചെയ്തു? 25 വർഷം. എന്തുകൊണ്ട് തിരിച്ചു വന്നു? അതായത് ഞാൻ കോവിഡ് സമയത്ത് എന്റെ ഫാക്ടറിയിൽ നിന്ന് ഞാനൊരു ഗവൺമെന്റ് സർവീസിലായിരുന്നു. അവിടുന്ന് ഒരു 800 പേരെ ടെർമിനേറ്റ് ചെയ്തു. ആ കൂട്ടത്തിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ നാട്ടിലേക്ക് വരികയായിരുന്നു. അല്ല, ആ സമയത്ത് ശരിക്കും പാനിക് ആയിരുന്നല്ലോ അവിടെ? ആയിരുന്നു, പാനിക്കായിരുന്നു. ഞാൻ ഒരു സോഷ്യൽ, അതിന് മുമ്പ് തന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഈ സോഷ്യൽ ആക്ടിവിറ്റിയിൽ വളരെ സജീവമായിട്ട് നിന്ന ആളെന്നുള്ള രീതിയിൽ അവിടെ ഈ നാട്ടിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ, അതായത് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ ഈ ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്ക് അവരെ കുട്ടികൾക്ക് ഇവിടെ വന്ന് അഡ്മിഷൻ വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുള്ളപ്പോൾ നമ്മൾ ഫ്ലൈറ്റൊക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഫ്രീ ആയിട്ട് നാട്ടിലെത്തിക്കാൻ ആൾക്കാരെ ശ്രമിച്ചിട്ടുണ്ട്. വിവിധ സംഘടനകളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട്
അവലൊപ്പം തന്നെ മറ്റുള്ള ഒരു 3 മാസം അവിടെ നിന്നിട്ട് ഞാൻ വന്നത്, ലാസ്റ്റിലാണ് ഞാൻ വന്നത്. ആ സമയത്തേക്ക് ഏകദേശം ഫ്ലൈറ്റുകളൊക്കെ ഓപ്പൺ ആയി തുടങ്ങി. പക്ഷെ ഫ്രീ സർവീസ് പോലും ആക്സസ് ചെയ്യാതാണ് ഞാനൊരു സോഷ്യൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ടിക്കറ്റ് എടുത്തു വന്നു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം പ്രവാസികളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംഘടനയിൽ വന്ന് നമുക്ക് നമ്മളെ സങ്കടം പറയാനുള്ള ഒരു അവസരം ഒരുക്കി തന്നിരിക്കും. തീർച്ചയായിട്ടും അതിപ്പോ താങ്കൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് പല ഇത്തരം പ്രവാസം കഴിഞ്ഞു വന്നവർക്കും അറിയില്ല എന്നുള്ളത്. അറിയില്ല. അതെങ്ങനെയാണ് അറിയിക്കാൻ കഴിയുന്നത്? നമ്മളിപ്പം വിവിധ സംഘടനകൾ, സോഷ്യൽ ആക്റ്റീവ്, ഇതുപോലെ സാമൂഹിക സംഘടനകളുണ്ട്. അത് ഈ പ്രവാസി രംഗത്ത് ഏകദേശം 38ഓളം സംഘടനകൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ വളരെ ചുരുക്കം സംഘടനകൾ മാത്രമേ ഈ പ്രവാസികൾ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നുള്ളൂ. ആ കൂട്ടത്തിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആണ് ഞാൻ. ഞാൻ തിരിച്ചെത്തിയ സമയത്ത് തന്നെ ഒരു പ്രവാസികളുടെ പുനരധിവാസം ഉദ്ദേശിച്ചുകൊണ്ട് എന്റെ ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു സഹകരണ സംഘം രൂപീകരിച്ചു. പത്തനംതിട്ട ഡിസ്ട്രിക്ട് പ്രവാസി സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സഹകരണ സംഘം രൂപീകരിച്ചു. അതിൽ വിവിധ പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നു. പക്ഷെ ഇതിന്റെ എല്ലാം ഒരു പ്രശ്നം പറഞ്ഞാൽ ഒരു ക്രെഡൻഷ്യൽ സപ്പോർട്ട് നമുക്ക് പ്രവാസികൾക്ക് ഇപ്പൊ ഈ സഹകരണ മേഖലയിലുള്ള ഈ സംശയങ്ങളും അതൊക്കെ ദൂരീകരിക്കാനും പെടുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ആ രംഗത്തേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ കഴിയുന്നില്ല. അപ്പൊ മറ്റ് മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ പ്രവാസികൾക്ക് അവരുടെ പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് ഈ സഹകരണ സംഘങ്ങളിൽ കൂടിയുള്ള രീതി നമുക്ക് ഉപലബ്ധമല്ല. അപ്പൊ നമ്മൾ പലരും അത്തരം സാഹചര്യത്തിൽ തിരിച്ചു വന്നവര് കുറെ നാള് ജോലിയെല്ലാം ഇല്ലാതിരുന്നിട്ട് വീണ്ടും പ്രവാസത്തിലേക്ക് പോകാതെ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ മാറ്റം വന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഏകദേശം ഒരു വെൽ സെറ്റിലായിട്ട് വരുന്ന ഒരു ഫാമിലി, ഒരാള് റിട്ടേണി ഒരു 4-5 വർഷം കൊണ്ട് അയാൾ സാമ്പത്തികമായിട്ട് വളരെ അധപതിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അത് ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവാസി വെൽഫെയർ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേമനിധി ഒരു ആ പെൻഷൻ ഒരു 3000 മുതൽ 7000 രൂപ വരെ കിട്ടുന്നുണ്ട്. ആ 3000 രൂപ കിട്ടുന്ന പറഞ്ഞാൽ വളരെ ആശ്വാസമാണ് അവർക്ക്. പക്ഷെ അത്തരം സാമൂഹ്യ സേവനങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇതും എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെ അപേക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ഏത് പ്രോപ്പർ ചാനലിൽ പോകണം എന്നുള്ള ഇതിൽ പലർക്കും അറിയത്തില്ല. ഞാൻ ഇതിനെല്ലാം വേണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്. മീൻസ് ഫ്രീ ഓഫ് കോസ്റ്റ്. തിരിച്ചു വന്ന ആൾക്കാർ ധാരാളം സ്കിൽഡ് വർക്കേഴ്സ് ആണ്. അവരുടെ സ്കില്ലും നമുക്ക് വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു കോർഡിനേഷനിലൂടെ ഈ തിരിച്ചു വന്ന പ്രവാസികളെ നമുക്ക് ഒരുമിപ്പിച്ച് എന്തെങ്കിലും സംരംഭങ്ങൾ ചെയ്യാനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ട്. അത് ഗവൺമെന്റ് നേതൃത്വത്തിൽ ഒരു ഡാറ്റ ശേഖരിക്കുന്നുണ്ട്. ആ ഡാറ്റ ശേഖരണത്തിൽ കൂടെ അവർക്ക് വേണ്ടുന്ന റീപ്ലേസ്മെന്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള പ്രപ്പോസലും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഗവൺമെന്റ് നേതൃത്വം നടക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മളും ശ്രമിക്കുന്നുണ്ട്. അല്ല, ഞങ്ങളിപ്പോ പറഞ്ഞപ്പോ ഇപ്പൊ ഈ 4ാം ലോക കേരള സഭ കഴിഞ്ഞപ്പോഴും പൊതുവായിട്ട് അവിടെ ചർച്ചയിൽ വന്നതുമെല്ലാം പത്രങ്ങളിലും ചാനലുകളിലും വരുന്ന ഇതിന് നെഗറ്റീവായിട്ടുള്ള ഒരു പ്രചരണമുണ്ട്. ഇപ്പൊ പ്രവാസികൾ എന്നുള്ള നിലയിൽ, ഞങ്ങൾ പ്രവാസത്തിൽ തന്നെ കഴിയുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ നമുക്കത് മനസ്സിലാകുന്നില്ല. ഇത് നല്ലതായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ പ്രവാസം കഴിഞ്ഞ് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു എക്സ് പ്രവാസി എന്നുള്ള രീതിയിൽ അത്തരം പ്രചരണങ്ങളെ എങ്ങനെ നോക്കിക്കാണും? തികച്ചും തെറ്റായ പ്രചരണങ്ങളാണ്. അത് ചില രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഒരു അസംതൃപ്തി ഉണ്ടാവാം. അത് ഭൂരിപക്ഷം ഉണ്ടാവും. അവരുടെ ചിലപ്പോൾ പാട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ ആകെ ഇതിന്റെ ഭാഗം. പക്ഷെ ഞാൻ എന്നുള്ളൊരു വ്യക്തി, ഞാൻ ഈ സോഷ്യൽ ആക്ടിവിറ്റിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ, ഈ പ്രവാസി രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഈ അവസരം വന്നപ്പോൾ ഓൺലൈനിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. എന്റെ ബയോഡേറ്റയും ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തികളും വെച്ചിട്ട് ഞാൻ അതിലേക്ക് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ സ്ക്രീൻ ചെയ്ത് എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് വേറെ ഒന്നും അവിടെ ആരുടെയും സപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ഞാൻ ഇതിലേക്ക് വരികയാണ് ചെയ്തത്. ഇപ്പൊ മുമ്പ് നിങ്ങൾ 25 വർഷം മുമ്പാണ് പ്രവാസം പോയെന്ന് പറഞ്ഞത്. ഇപ്പൊ പ്രവാസത്തിന്റെ ലക്ഷണം തന്നെ മാറിയിരിക്കുകയാണ്. മുമ്പ് നമുക്ക് മിഡിൽ ഈസ്റ്റ് ആയിരുന്നു ഒരു അഭയം ഉണ്ടായിരുന്നു ഈ 25 വർഷം മുമ്പെന്ന് പറയുന്നത്. ഇപ്പൊ പ്രവാസം എന്ന് പറയുന്നത് ലോകം മൊത്തം പ്രവാസമാണ്, ഇല്ലേ? ഇപ്പൊ ഇന്ന് കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ അവിടെ സംസാരിച്ചത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആൾക്കാർ പറഞ്ഞത് എന്താണ്? അങ്ങോട്ട് വരൂ, അവിടമാണ് ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ്. അപ്പോ പ്രവാസത്തിന്റെ മേഖലകൾ മാറി, പ്രവാസത്തിന്റെ രൂപം മാറി. എന്താണ് ഇപ്പൊ പുതിയതായിട്ട് പ്രവാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ മുൻപ് നമ്മൾ GCC കൺട്രി ആയിരുന്നു ഈ പ്രവാസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി കണ്ടുകൊണ്ടിരുന്നത്. അവിടേക്ക് പോകുന്ന ആൾക്കാര് തിരിച്ചവരുടെ റിട്ടയർമെന്റ് വേയിൽ തിരിച്ചു വന്ന് അവരിവിടെ നാട്ടിൽ സെറ്റിലായി അവരുടെ ഫാമിലിയോടും മറ്റുള്ള റിലേറ്റീവ്സിനോടൊപ്പം
താമസിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ, അതായത് തൊഴിലിന് വേണ്ടി പിന്നെ യൂറോപ്യൻ കൺട്രികൾ US അവർ പോകുന്നു. അതിനുശേഷം അവിടെ സ്ഥിരതാമസമാക്കി ഇവരൊന്നും തിരിച്ചു വരാത്ത ഒരു അവസ്ഥ. ഇപ്പൊ മൂന്നാമത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നു, പിന്നീട് അവർ ജോലി അവിടെ സമ്പാദിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പം ഇവ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ നമ്മുടെ ഈ മാതാപിതാക്കള് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, ഇങ്ങനെ പോകുന്ന ഒരു റിലേറ്റീവ്സ് ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നു. അവരെ സംരക്ഷിക്കാനും അവരെ കെയർ എടുക്കാനും ഉള്ള സംവിധാനങ്ങളില്ല. അപ്പൊ അവരെ കെയർ ചെയ്യാനുള്ള ഒരു രീതി നമ്മുടെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഈ പ്രവാസ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളിൽ അങ്ങനെ ഒരു ഉരുത്തിരിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ശ്രമം ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും പറഞ്ഞു. അതേപോലെ സായി പറഞ്ഞ പോലെ മറ്റ് ഇപ്പോഴും ഈ ആഫ്രിക്ക വേണ്ടി നമുക്ക് ഒരു പേടിസ്വപ്നമായിരുന്ന മേഖലയാണ്. ഇപ്പൊ അവിടെ ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആൾക്കാർ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ ജനങ്ങൾ യൂട്ടിലൈസ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ആൾക്കാർ ഇവിടെ തന്നെ തൊഴിൽ കണ്ടെത്തി, അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചു വന്ന റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരെയാണ് ഞാൻ കൂടുതൽ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു ബംഗാളിൽ നിന്ന് വന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഏതോ പാട്ടഭൂമികളെല്ലാം എടുത്ത് ശരിക്കും കൃഷി ചെയ്ത് ശരിക്കും എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലാക്കി മലയാളികൾ ധാരാളം അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത കണ്ടിരുന്നു. തീർച്ചയായും. അപ്പൊ ഇവിടെ അവസരം ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടെ നല്ല അവസരങ്ങളുണ്ട്. പക്ഷെ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഒന്നാമത്തെ പ്രശ്നം ഇപ്പൊ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ഈ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം അതൊരു പ്രധാന ഘടകമായി പറഞ്ഞു. കർഷകരെ ആകപ്പാടെ ഒരു ദുരിതത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവമാണ് ഈ മറ്റുള്ള വന്യമൃഗങ്ങൾ, ഈ വനത്തിൽ നിന്നുള്ള മൃഗങ്ങൾ കയ്യേറി വനമേഖലയിൽ മാത്രമല്ല ഇപ്പൊ നഗരങ്ങളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഈ പന്നിയും മറ്റുള്ള ശല്യം അങ്ങനെ വരുകൊണ്ട് ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ ആൾക്കാർ മടി, അതൊരു പ്രധാന ഘടകമാണ്. പിന്നെയുള്ള ഈ റബ്ബറാണ്. ഇപ്പൊ എന്നെ പത്തനംതിട്ട ജില്ലയിലെ ഇപ്പൊ ഞങ്ങള് പ്രവാസ ജീവിതം കഴിഞ്ഞ് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയാലും നമുക്ക് റബ്ബറിനുള്ള ആദായം കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റും. പക്ഷെ ഇന്നത്തെ റബ്ബറിന്റെ വില വെച്ചും ആ റബ്ബറിന്റെ തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലിയും വെച്ചിട്ട് ഒരു കുടുംബം മുതലാവത്തില്ല. അതുകൊണ്ട് അതെല്ലാം നശിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്ഥിതി നിലവിലുണ്ട്. പക്ഷെ അത് മാറ്റാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എല്ലാത്തിൽ ഇടപെട്ടെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു അതായത് ഈ വന്യമൃഗത്തിന്റെ നിയമം വരുന്ന വനവകുപ്പിന്റെ സെൻട്രൽ ഗവൺമെന്റ് നിയമ പോളിസിയുടെ ഭാഗമായിട്ട് ചേഞ്ചസ് വന്നെങ്കിൽ മാത്രമേ ഈ വന്യമൃഗങ്ങളെ തുരത്താനും അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനുമുള്ള നടപടികളിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ റബ്ബറിന്റെ കാര്യത്തിലാണ് യാസിൻ കരാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് കാരണം നമുക്ക് വിലയിൽ കുറഞ്ഞ വിലയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളിവിടെ ഉത്പാദകരാണെങ്കിൽ തന്നെ ഇമ്പോർട്ട് ധാരാളം കൂടിയിട്ടുണ്ടെന്ന്, ഇമ്പോർട്ടാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, അത് മാറി ഇത്തരം കൃഷി ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെയൊക്കെ ജില്ലകളിലോ മറ്റുള്ള സമീപ ജില്ലകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വയോജനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ യുവജന സംഘടനകളിലെ അതുപോലെ തന്നെ നമ്മുടെ ഈ സാംസ്കാരിക കേന്ദ്രങ്ങളിലൊക്കെ യുവാക്കളെ കിട്ടുന്നില്ല. കാരണം ഇപ്പൊ ഞാനിപ്പോ പല ചർച്ചകളിൽ അങ്ങനെയൊക്കെയുള്ള സന്നദ്ധ സംഘടന സേവന കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ആൾക്കാരെ തപ്പി നടക്കുക. കാരണം യുവാക്കളാരും ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് എന്ത് പറ്റുമെന്ന് അറിയാം. അത് നമ്മൾ ലോങ് ടൈം ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ അമേരിക്കയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു സമയത്ത് അവർ സ്ലേവ്സ് ആയിട്ടാണ് ആഫ്രിക്കയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ധാരാളം ജോലി ചെയ്യിച്ച് ഇപ്പൊ അവരൊരു ഡിസൈഡിങ് ഫാക്ടറാണ് അല്ലേ? കറക്റ്റ്. അവരാണ് ഡിസൈഡിങ് ഫാക്ടർ. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ആര് ഭരിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ വരെ അവർ പ്രാപ്തരായി കഴിഞ്ഞു. കറക്റ്റ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇപ്പൊ മലയാളികളെല്ലാം പുറത്തു പോവുകയും ബംഗാളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ധാരാളം വരികയും ചെയ്യുന്നത് ഒരു സമയത്ത് ഇതൊക്കെ നമ്മൾ മോഡലായിട്ട് വെക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഗവൺമെന്റ് ഒരു ഇൻവോൾവ്മെന്റ് ആവശ്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഉള്ള ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നത് അതിപ്പോ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചിട്ട് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ എന്നുള്ള ഒരു പദ്ധതി നമ്മളിപ്പോൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെന്റിന്റെ വിവിധ സംവിധാനങ്ങളുണ്ട്, ഡിപ്പാർട്ട്മെന്റുണ്ട്. അപ്പൊ ഇതൊന്നും സജീവമല്ല. ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സോഷ്യൽ ആക്ടിവിറ്റീസിനെയും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് തലത്തില് ഇപ്പം ഒരു വർഷം ഗവൺമെന്റ് മാക്സിമം 20,000-25,000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും നമ്മുടെ കേരള ഗവൺമെന്റ്. അപ്പം നമ്മൾ പ്രൈവറ്റ് മേഖലകളും അതുപോലെ മറ്റ് ഈ GCC കൺട്രികളിലേക്കുള്ള തൊഴിലവസരങ്ങൾ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ ജില്ലയിലുള്ള തൊഴിലന്വേഷകരിലേക്ക് എത്തിച്ച്
അവരെ അതിന് പ്രാപ്തരാക്കി. അവർ സ്കിൽഡ് അല്ല. അതെ. അപ്പൊ അവരെ അതിന്റെ സ്കില്ലും ലാംഗ്വേജും ഡെവലപ്പ് ചെയ്ത് അവരെ ആ തരം ജോലിയിലേക്ക് നമ്മൾ വിടുന്ന ഒരു സംവിധാനം അവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. അത് ഗവൺമെന്റ് ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ തൊഴിലിനോടുള്ള ഒരു റെസ്പെക്ട് നമുക്കുണ്ടാവണം. ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യത ഉണ്ടെന്നും അതെ, മനസ്സിലാക്കി ആ റെസ്പെക്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നിന്ന് ചെയ്യാൻ പറ്റും. കറക്റ്റ്. എന്റെ ഒരു പ്രത്യേകത പറയാ, ഇപ്പൊ ഞാൻ പഠിച്ച ജോലി അല്ല ഞാൻ പോയി ചെയ്തിട്ടുള്ളത്. ഇപ്പൊ വിദേശത്ത് പോയി അല്ലെങ്കിൽ നമ്മുടെ നാടിന് പുറത്ത് പോയി നമ്മൾ ഏത് തൊഴിലെടുക്കാനും തയ്യാറാവും. പക്ഷെ നാട്ടിൽ അവർ ആഗ്രഹിക്കുന്നത് ഒരു വൈറ്റ് കോളർ ജോബാണ്. ഒരു പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈറ്റ് കോളറെ ചെയ്യൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഇടയിലുണ്ട്. അതിനൊരു ചേഞ്ചസ് അത്യാവശ്യമാണ്. ഓക്കെ. ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിന് വന്നിട്ട് ഈ പ്രവാസം കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഇത്രയും വിശദമായി പറഞ്ഞു തന്നതിനും അവരുടെ ഒരു വെൽഫെയറിന് വേണ്ടി ഇത്രയും ശ്രമിക്കുന്നതിനും എല്ലാ പ്രവാസി മലയാളികളുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുക. നന്ദി, നമസ്കാരം.